രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്ത് വനിതാ കമ്മീഷൻ. റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകളിലാണ് കേസെടുത്തത്. അനുബന്ധ തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. പോലീസിനോട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആർ റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഇപ്പോഴാ വനിതാ കമ്മീഷൻ ഉണർന്ന് പ്രവർത്തിക്കുന്നു. പുറത്തുവന്ന ആരോപണങ്ങൾ, തെളിവുകൾ അതൊക്കെ തന്നെ പരിശോധിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. വിനിത, റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ഗുരുതരമായ തെളിവുകളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അതിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദമാണ് നമ്മൾ പുറത്തുവിട്ടത്. ടെലിഫോണിലുള്ള സംഭാഷണം, ടെലിഗ്രാമിലുള്ള ചാറ്റുകൾ, ഇതടക്കം ഏറ്റവും കൃത്യമായി പെൺകുട്ടിക്കെതിരെ ക്രൂരമായ രീതിയിലുള്ള ഒരു പീഡനം നടന്നുവെന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ, ആ സംഭവത്തിലാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായി പോലീസിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കും. ഒന്ന്, ഇതിന്റെ തുടർ നടപടികളിലേക്ക് വനിതാ കമ്മീഷൻ കടക്കണമെങ്കിൽ അത് സംബന്ധിച്ച അനുബന്ധ തെളിവുകൾ കൂടി ആവശ്യമാണ്. ഇനി തെളിവ് ശേഖരണം കൂടി നടത്തേണ്ടതുണ്ട്. ഏതായാലും നിർണായക ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ടർ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തുവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തുന്നു, ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്നു, അതിനു പുറമെ അല്ലെങ്കിൽ അസഭ്യം പറയുന്നു, അപകീർത്തികരമായി സംസാരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, ഭീഷണിപ്പെടുന്നു, അങ്ങനെ തുടങ്ങിയ നിരന്തരം ഭീഷണി, പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുന്ന സമാനമായ രീതിയിൽ 4ാം മാസത്തിൽ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്നതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് ആ സംഭാഷണങ്ങൾ. മാത്രവുമല്ല, മറ്റൊരു പെൺകുട്ടിയും സമാനമായി തന്നെ പീഡനത്തിനിരയാക്കി, അതും വിവാഹ വാഗ്ദാനം നൽകിയെന്ന് തെളിയിക്കുന്ന ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുമുണ്ട്. ഇതൊക്കെ കുറ്റകൃത്യമാണെന്ന് വ്യക്തമാകുന്നതാണ്. ഇതൊക്കെ വനിതാ കമ്മീഷന്റെ ആക്ട് അനുസരിച്ച് അതിൽ സ്വമേധയാ വനിതാ കമ്മീഷന് കേസെടുക്കാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുറ്റകൃത്യങ്ങളിൽ ഇപ്പോൾ കേസ് എടുക്കുന്നത്. ഇനി അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കണം. പോലീസിന്റെ റിപ്പോർട്ട് നിർണായകമാണ്, അതിനൊപ്പം തന്നെ തെളിവുകൾ സുപ്രധാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികളിലേക്ക് വനിതാ കമ്മീഷൻ കടക്കുക. ശരി, ടി വി പ്രസാദ് കൂടി ചേരുന്നു. പ്രസാദ്, പരാതിയില്ലാത്തത് കൊണ്ട് രാജി വേണ്ടല്ലോ എന്നതായിരുന്നു ഇതുവരെ പാർട്ടി നേതാക്കളുടെ നിലപാട്. ഇപ്പോഴിതാ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകൾ അതിനാധാരമായി എടുക്കുകയും ചെയ്യുന്നു. ഇനി പാർട്ടിക്ക് മറ്റു വഴിയില്ല, രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലേ? വിനീത, രാജിയിലേക്ക് തന്നെ ഇത് നയിക്കും എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഉറപ്പായും അതുകൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കുമേൽ സമ്മർദ്ദമാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം വസ്തുതകളാണ്, തെളിവുകളാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും ആളുകൾ പരാതി കൊടുക്കാൻ മടിക്കാറുണ്ട്. പക്ഷേ അവരുടെ പൂർണ്ണ സമ്മതത്തോടും കൂടി, അതുപോലെ തന്നെ അറിവോടും കൂടി തന്നെയാണ് ഓരോ വാർത്തകളും നമ്മൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇപ്പോൾ നേതാക്കൾ പരസ്യമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ പോലും രാജിക്കായുള്ള സമ്മർദ്ദം കോൺഗ്രസിനുള്ളിൽ അതിശക്തമാണ് എന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് രാജിവെക്കേണ്ട ആവശ്യം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റേതാണ്. കാരണം ഈ വിഷയത്തിൽ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൂടി ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് യുവനടി ആദ്യം പരാതിയുമായി ചെല്ലുന്നത് താൻ അച്ഛനെ പോലെ കാണുന്ന വി ഡി സതീശന്റെ അടുത്താണെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് യുവനടി. മാത്രമല്ല, അക്കാര്യം എന്നോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വി ഡി സതീശൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടവരോട് സംസാരിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രാജിവെച്ചിട്ടുള്ള ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കാര്യം നിഷേധിക്കുന്നുണ്ടായിരുന്നു. വിനീത, പ്രതിപക്ഷ നേതാവ് എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായി ഇത് കോൺഗ്രസിനുള്ളിലെ മറ്റ് നേതാക്കൾ ഏറ്റെടുക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം പ്രതിപക്ഷ നേതാവ് പോലെ, UDF ചെയർമാൻ പോലെ ഏറ്റവും ഗൌരവമുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു പരാതി കിട്ടിയാൽ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് പ്രതിപക്ഷ നേതാവിന്റെ തലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ മറ്റേത് മുതിർന്ന നേതാക്കളെക്കാളും എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം അത് വി ഡി സതീശന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അധികം വൈകാതെ അത് സംഭവിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമ്മർദ്ദം വരുന്നുണ്ട്. വലിയ ചർച്ചകൾ ഇതിനകത്ത് നടക്കുന്നുമുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വിനീത, മറ്റ് സാഹചര്യങ്ങളെ പോലെയല്ല. നേരത്തെ നമുക്കറിയാം, വിൻസെന്റിന്റെ കേസായാലും എൽദോസ് കുന്നപ്പള്ളിയുടെ കേസായാലും ആ സമയത്തൊന്നും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം മുന്നിലില്ല. ഇതിപ്പോൾ പടിവാതിലെത്തി
നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിനുവേണ്ടി പാർട്ടിയും മുന്നണിയും ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു ആരോപണത്തിന്റെ നിഴലിൽ പോയി പതിക്കുന്നതും അത് കനത്ത തിരിച്ചടി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് രാജിവെച്ചു, പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായിട്ടാണ് സിപിഐഎമ്മും അതുപോലെ തന്നെ ബിജെപിയും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഐഎം തന്നെ നേരിട്ട് പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രകടനങ്ങൾ ഇന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുമുണ്ട്. അതിനിടയിൽ ബിജെപിയുടെ സമരം മറ്റൊരു ഭാഗത്ത് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എത്ര കാലം രാജിവെക്കാതിരിക്കുന്നോ അത്രയും കാലം അത് സിപിഐഎമ്മിന് രാഷ്ട്രീയമായി ഗുണമാണ്. കാരണം അത്രത്തോളം ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വിനീത, രാജിയില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല.